പരിഗണന. ചെറുപ്പക്കാരൻ പണവാ നോക്കണം. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം ഉസ്താദ്, അല്ലേ? ഇത്തിരി വയസ്സും അതും കുഴപ്പമില്ല ഉസ്താദ്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, എന്റെ കുട്ടികളുടെ ഉമ്മയാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കെട്ടാ. എടാ പൈസ എന്റെ എന്ത് കിട്ടാനാ? പൈസ അല്ലല്ലോ വേണ്ടത്, ദീനുണ്ടോ നോക്ക്. ചിലത് പിന്നെ ഗ്ലാമർ, സിനിമാ നടിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഗ്ലാമർ ഉണ്ടായിരിക്കണം. ഗ്ലാമർ ഉള്ളതിനെ കെട്ടാൻ നടക്കുന്ന ഒരുപാട് ചങ്ങായിമാരുണ്ട്. ചിലര് പിന്നെ വലിയ വലിയ അറിയപ്പെടുന്നതൊന്നുമല്ല, ദീനിനെ പരിഗണിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി നടക്കാം. ഖലീഫയായ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും. എന്തിനാ? തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഭരണാധികാരികൾ, നമ്മുടെ ഭരണാധികാരികൾക്കൊന്നുമില്ല, അവർക്കൊന്നും അറിയില്ല. യഥാർത്ഥ ഭരണാധികാരിയായ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഒരു ദിവസം ഒരു വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വഴക്ക് നടക്കുന്നു. പാതിരാത്രി വെളുപ്പാങ്കാല സമയം അടുത്തു വരുന്നു. വീടിനകത്ത് വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊന്ന് ശ്രദ്ധിച്ചു. എന്താ അല്ലാ വീടിനകത്ത് വഴക്ക്? ആരാ? ഉമ്മായും മകളും കൂടെ. ഉമ്മായും മകളും കൂടെ. ഇന്ന് ഉമ്മായും മകളും വഴക്കൂടുന്നത് വേറെ കാര്യത്തിനാ. എന്താ സ്നേഹം എന്നറിയും? ഉമ്മായും മകളും വല്ലാത്ത സ്നേഹവും ഉമ്മയും മകളും. കാരണം ഉമ്മ മകളുടെ കയ്യിൽ മൊബൈല് കൊടുത്തിട്ട് പറയും എന്റെ റീലെടുക്കാൻ. മകള് റീലെടുക്കും ഉമ്മാടെ. അത് കഴിഞ്ഞപ്പം മകള് ഉമ്മാനോട് പറയും ഇനി എന്റെ നീ എടുക്കാൻ. ഇതാ സ്നേഹം.